പാകിസ്ഥാന് 800 കോടി രൂപ IMF ഇന്നലെ അനുവദിച്ചു. പാകിസ്ഥാന് വായ്പ നൽകിയാൽ അത് ഭീകര പ്രവർത്തനത്തിന് സഹായം നൽകാനടക്കം ദുരുപയോഗം ചെയ്യുമെന്ന് IMF യോഗത്തിൽ ഇന്ത്യ ആരോപിച്ചിരുന്നു. ഇത് ചെവിക്കൊള്ളാതെയാണ് IMFന്റെ നീക്കം. ആദ്യഘട്ടമായി 100 കോടി രൂപയോളം പാകിസ്ഥാന് കൈമാറും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ എതിർത്തത്. ധനസഹായം ഭീകരതയ്ക്കായി വഴിമാറ്റിയാൽ ഫണ്ട് നൽകുന്ന ഏജൻസികളുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടമുണ്ടാകുമെന്ന് ഇന്ത്യ വാദിച്ചു. വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ സൈന്യത്തിന്റെ ഇടപെടൽ പാകിസ്ഥാന് വലിയ ഭീഷണിയാണ്. സിവിലിയൻ സർക്കാരാണ് ഭരിക്കുന്നതെങ്കിലും ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സൈന്യം വലിയ തോതിൽ ഇടപെടുന്നുണ്ടെന്നും ഇന്ത്യ വാദിച്ചു. പാകിസ്ഥാന്റെ $130 കോടി അധിക വായ്പ അപേക്ഷയും IMFന് മുന്നിലുണ്ട്. IMFലെ പദ്ധതി വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിലും പാലിക്കുന്നതിലും പാകിസ്ഥാന് മോശം ട്രാക്ക് റെക്കോർഡാണ് ഉള്ളത്. കഴിഞ്ഞ 28 വർഷത്തിനിടെ പാകിസ്ഥാന് IMFൽ നിന്ന് പണം അനുവദിച്ചിട്ടുണ്ട്. 2019 മുതൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 4 IMF പദ്ധതികൾ നൽകിയിരുന്നു. മികച്ച സാമ്പത്തിക നയം നടപ്പിലാക്കിയിരുന്നെങ്കിൽ പാകിസ്ഥാന് മറ്റൊരു പദ്ധതിക്കായി IMFനെ വീണ്ടും സമീപിക്കേണ്ടി വരുമായിരുന്നില്ല. അത്തരമൊരു ട്രാക്ക് റെക്കോർഡുള്ള പാകിസ്ഥാന്റെ കാര്യത്തിൽ IMF പദ്ധതികൾ അനുവദിക്കുന്നത് നിരീക്ഷണത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ഇക്കാര്യങ്ങൾ ഇന്ത്യ ചൂണ്ടിക്കാട്ടിയതായി ധനമന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.